ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മായാദേവി മന്ദിറും അവിടുത്തെ പൂജാരിയുമായുള്ള ഒരു അഭിമുഖവുമാണ്. ഡിസംബറിലെ തണുപ്പിനെ ഒന്ന് കുറയ്ക്കാൻ ഒരു ചൂട് ചായ കുടിച്ചാണ് യാത്ര തുടക്കം. ഹർക്കി പൗഡിയിൽ നിന്ന് 1.5 കിലോമീറ്ററും ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 600 മീറ്ററും ദൂരമേയുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. ഈ ആൽമരത്തിനടുത്ത് കാണുന്ന കവാടത്തിനകത്താണ് മായാദേവി മന്ദിർ. ഹരിദ്വാറിന്റെ ആദ്യത്തെ പേരായ മായാപുരിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ലക്ഷ്മി ദേവിയുടെ ആഗ്രഹപ്രകാരം മഹാവിഷ്ണു തന്റെ മായയാൽ സൃഷ്ടിച്ച സുന്ദരമായ നഗരിയാണ് മായാപുരി. ലക്ഷ്മി ദേവി ഇവിടെ വളരെ കാലം വസിച്ചു പോന്നു. പിന്നീടാണ് സതീദേവിയുടെ ആത്മാഹുതിയും ശിവതാണ്ഡവവും. മഹാവിഷ്ണുവിന്റെ ചക്രായുദ്ധത്താൽ ഛിന്നഭിന്നമായ സതീദേവിയുടെ ശരീരത്തിലെ ആത്മാവ് ഇവിടെയാണ് വന്നു വസിച്ചത്. അതിനാൽ ഇത് പ്രധാന ശക്തിപീഠമായി മാറി. ശക്തിയുടെ ആവാഹനം നടന്നതിനാൽ ലക്ഷ്മി ദേവി ഇവിടം വിട്ട് മായാപുരിയിൽ പ്രത്യക്ഷമായ ഒരു ദ്വാരത്തിലൂടെ ഹരിലോകത്തേക്ക് അപ്രത്യക്ഷയായി. അങ്ങനെ മായാപുരി ഹരിദ്വാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതായത് ഹരിലോകത്തിലേക്കുള്ള വഴി എന്ന് അർത്ഥം. 11-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് അത് വിപുലീകരിക്കപ്പെട്ടു. ഇതും ഒരു സിദ്ധപീഠമായി കരുതപ്പെടുന്നു. അതായത് ഭക്തന്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ശക്തിപീഠം. ഉത്തരേന്ത്യയിൽ പൊതുവെ ക്ഷേത്രങ്ങൾ നവീകരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്തും മാർബിളും ടൈൽസുമൊക്കെ പതിപ്പിച്ചുമാണ്. ക്ഷേത്രങ്ങളുടെ പൗരാണികതയുമായി ഇതൊക്കെ എത്രമാത്രം യോജിക്കുന്നുവെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. 3 മുഖങ്ങളും 4 കൈകളുമുള്ള അധിഷ്ഠാത്രി എന്ന മായാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. കാളിദേവിയും കാമാഖ്യദേവിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ത്രികോണാകൃതിയിലാണ് ഇവിടുത്തെ ഹോമകുണ്ഡം. ഇതിലെ ഹോമത്തിന് 1000 മടങ്ങാണ് ഫലം എന്നാണ് വിശ്വാസം. ഈ പുരാതന കാലത്തെ ആൽമരച്ചുവട്ടിൽ പല പ്രതിഷ്ഠകളും കാണാനുണ്ട്. ഒപ്പം ഈ ആൽമരത്തിന് ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു പ്രതിഷ്ഠ നമ്മൾ മലയാളികൾക്ക് വളരെ പ്രധാന മൂർത്തിയായ അയ്യപ്പസ്വാമിയാണ്. സന്യാസം സ്വീകരിച്ച പൂജാരിമാരുടെ വാസസ്ഥലവും ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ്. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ധർമ്മശാലയും നടക്കുന്നുണ്ട്. ഹരിദ്വാർ കാണാനെത്തുന്നവർക്ക് താമസ ഭക്ഷണ സൗകര്യങ്ങൾ ചുരുങ്ങിയ ചിലവിൽ ഇവിടെ ലഭ്യമാണ്. ക്ഷേത്രഭരണം സന്യാസിമാരുടെ ഒരു അഖാഡയാണ് നടത്തുന്നത്, ഗവൺമെന്റ് അല്ല. നവരാത്രി കാലത്തും കുംഭമേള സമയത്തും വളരെ തിരക്കുണ്ടാകുന്ന ഒരു ക്ഷേത്രമാണിത്. ഹരിദ്വാർ കാണാനെത്തുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഈ ശക്തിപീഠം. ഇനി നമുക്ക് ഇവിടുത്തെ പൂജാരിയോട് തന്നെ ഈ കഥകൾ ചോദിച്ചറിയാം. ആവശ്യപ്പെട്ടതനുസരിച്ച് ഇംഗ്ലീഷിലാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഓം നമോ നാരായണ. This temple is Mayadevi temple. This temple is the Shakti Peeth temple. Generally, Shakti Peeth means what? Shakti Peeth means Sati Devi's body's one parts where and all fell down. That is Shakti Peeth. Here, Sati Devi is not just one part. Here, Sati Devi's entire body is here. If the entire body is here, how is it possible at different places one parts fell down? That question will come to everybody's mind. For that, first there at the Daksha Prajapati in the Homat Kund when Sati Devi fell down and she sacrificed her life. After going into that Homat Kund and she sacrificed her life, here Devi's Atma or the soul came here. The moment Devi's Atma, the soul, came here,
she got back the entire body. That is why this is the first Shakti Peeth. Here Devi's full body is here. After getting back the full body, Devi sits at this place and doing the dhyan or meditation to Shiv Bhagwan. After that only Shiv Bhagwan went there. In that Homotkund Devi's body was there. No, he took the body, put on his shoulders, he moved to all the places. There, at the request of all gods, Vishnu Bhagwan Sudarshan Chakra came and that made the body into different parts. And all those parts fell down at different places. And those each places become Shakti Peeths. Like that, in India there are 51 Shakti Peeths and one in Pakistan and one in Nepal, totally 53 Shakti Peeths. Of all the 53 Shakti Peeth, this is the first Shakti Peeth. Here Devi's full body and remaining 52 places, Devi's one parts. That is, the body was divided into 52 parts and fell at different 52 places. Atma came here, Devi got the full body, so this is the first Shakti Peeth here, full body and remaining 52 places, individual parts. Since Devi's Atma came here, Devi got back the full body here. This is not just a Shakti Peeth, this is the Shakti Peeth and also this is the Atma Peeth for all the Shakti Peeths, which means total Shakti Peeth control is here. Haridwar's old name is Mayapuri. So that only Devi named Maya Devi. How? I tell you. First, Haridwar's old name Mayapuri. Mayapuri means what? There are 7 Mokshapuri. Ayodhya, Madura, Maya, Kashi, Kanchi, Avantika, Puri. These 7 are Moksha Kshetra or heavenly places. In that the third one, Ayodhya, Madura, Maya means this Mayapuri. This is a Moksha Kshetra. How this Mayapuri was formed? One day, Lakshmi Devi requested to Vishnu Bhagwan, Bhagwanji, you please create one village for me. That village should be very beautiful one and I want to live in that village for some time. That is the request made by Lakshmi Devi to Vishnu Bhagwan. After that, Vishnu Bhagwan in his Maya Jal created a town that is called this Mayapuri. So in this Mayapuri, Devi's Atma came. In this Mayapuri, Devi got the full body. So only Devi got the name as Maya Devi. Now, first Lakshmi Devi was living in this place. At those times there is no temples, not necessary for a temple. When Devi itself living in this place, temple is not necessary. So first Lakshmi Devi was living in this place till the day Sati Devi's Atma came. When Sati Devi's Atma came over here, Lakshmi Devi told to the entire people, now Sati Devi's Atma has come over here. This is going to become a Shakti Peeth. From now on, Shakti Devi is going to live here. So I am leaving this place and I am going to Harilok. Something like in a big company, one general manager was taking care and when another general manager comes, he leaves that place. No, something like that here. When Sati Devi comes, Lakshmi Devi said to everyone, she is going to Harilok. So, people asked Lakshmi Devi, Mataji, you are going to Harilok, okay, but where is Harilok? How we will go to Harilok? Lakshmi Devi said, Harilok is very deep inside the sea. I will go by digging the earth. Digging the earth means making the hole. So, making the hole is what is called Dwar. So, Dwar, Haridwar. Mayapuri turned into Haridwar like that. This temple is Haridwar's very first temple. That is why we mentioned this as Adishtatri, which means the first one. This temple is Haridwar's first temple and this is the only Shakti Peeth temple in Haridwar. In Haridwar, apart from this temple, 2 other big temples, Manasa Devi, Chandi Devi, they are not Shakti Peeths, they are Siddhi Peeths. They are Siddhi Peeths, which means there is Devi's no parts is available, only Devi's Roop Darshan. So Haridwar's only Shakti Peeth is Maya Devi. This temple and this ashram, these both are maintained by all sadhu sannyasis. There is no private control or government control or anything like that, which means the contributions from public in the form of Dan Patra or Hundi or donations or contributions in any other kind,
everything, contributions any other kind, everything goes to the temple and everything is used only for the temple, not for any other purpose. Finally, just behind that grill gate, after this he will take that video of that also, behind that grill gate our temple's Homat Kund is there. Generally wherever you see the Homat Kund will be in a square shape type. Here it is not in square shape, here it is in triangle shape type. Why? The reason, since Devi's full body is here, this is the Yoni Kund. In India, only two places the real Yoni Kund. One is over here, another one is at Guwahati, Kamakya Devi, where Sati Devi's Yoni part fell down. In a square Homat Kund, when anyone does Homa Puja or Havan Puja, how much benefit you will get compared to that 1008 times more benefits you will get here. That is why in this temple every day there is a home. This is the very brief history of the temple, what I know, still lot to be known for me. So with this I conclude this. Om Namo Narayana.